എറണാകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലും അധ്യാപകനും ചേർന്ന് മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നും അപവാദ പ്രചരണങ്ങൾ നടത്തുന്നുവെന്നും ആരോപിച്ചാണ് വിദ്യാർത്ഥിനി ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയത്. സ്കൂളിലെ മുൻ PTA പ്രസിഡന്റിന്റെ മകളായ തന്നോടും കൂട്ടുകാരികളോടും അധ്യാപകൻ മോശമായി പെരുമാറുന്നുവെന്നും പ്രിൻസിപ്പൽ നടത്തുന്ന അഴിമതിക്ക് PTA പ്രസിഡന്റായിരുന്ന അച്ഛൻ കൂട്ടുനിൽക്കാത്തതാണ് തന്നോടുള്ള വിരോധത്തിന് കാരണമെന്നും വിദ്യാർത്ഥിനി നൽകിയ പരാതിയിൽ പറയുന്നു. നിരവധി വിദ്യാർത്ഥിനികളെ അധ്യാപകൻ മാനസികമായി പീഡിപ്പിക്കുന്നുണ്ട്. എന്നാൽ പലരും പുറത്തു പറയാൻ മടിക്കുന്നു. മന്ത്രിമാരുൾപ്പെടെ ുള്ളവർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് വിദ്യാർത്ഥിനി ആരോപിക്കുന്നു. വിവിധ ഡിപ്പാർട്ട്മെന്റ്സിൽ ഞാൻ കംപ്ലയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒരിടത്തുനിന്നും എനിക്ക് ഒരു റെസ്പോൺസും ഉണ്ടായിട്ടില്ല. എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് സ്റ്റേറ്റ്മെന്റ് തരുന്ന കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഇപ്പം നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. അധ്യാപകൻ വിദ്യാർത്ഥിനികളോട് മാർക്ക് നൽകുന്നതിലുൾപ്പെടെ വിവേചനം കാണിക്കുന്നതായി മറ്റു ചില വിദ്യാർത്ഥിനികളും ആരോപിക്കുന്നു. ഇപ്പോൾ ഒരു റെക്കോർഡിന്റെ പ്രശ്നങ്ങളാണ്. സാറ് റെക്കോർഡിൽ മാർക്ക് ഇടുന്നതിൽ ഒരുപാട് പാർഷ്യാലിറ്റി കാണിക്കുന്നുണ്ട്. പ്രിൻസിപ്പൽ സാറും പിന്നെ ജയപ്രദീപ് എന്ന് പറഞ്ഞ സാറൊക്കെ ടോളറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ ചില ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും തന്നെയും സ്കൂളിനെയും തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും ആരോപണ വിധേയനായ പ്രിൻസിപ്പൽ പറഞ്ഞു. ഇപ്പോൾ ഇങ്ങനെ കമ്മീഷന്റെ മുന്നിലൊരു ഇത് ഇരിക്കെ അതിനെക്കുറിച്ച് ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ അത് സബ് ജുഡീസ് ആകുമെന്ന് എൻ്റെ ഒരു പരിമിതമായ അറിവിൽ എനിക്ക് തോന്നുന്നത്. ഞാൻ ഇത് നിഷേധിക്കുകയാണ്. തെറ്റ്. ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.